ഹായ് ഞാൻ നിങ്ങളെ ശ്രീ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് എപ്പോൾ കളിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കാൻ പോകും, ബാഡ്മിൻ്റൺ കളിക്കാൻ പോകും, കടലിൽ കുളിക്കാം. അപ്പം ഇതിനൊക്കെ ഒരു ഉത്തരവായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ കടലിൽ കുളിക്കുക, ഈ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു 22ാമത്തെ ദിവസമൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോയി. ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് വെച്ചാൽ കഴിഞ്ഞ മാർച്ചിലൊക്കെയാണ്. മാർച്ച് എന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടൊരു ദിവസമായിരുന്നു. ഞങ്ങളൊന്ന് ടൂർണമെൻറ്റ് കളിക്കാൻ പോയി. ചെറിയൊരു ടൂർണമെൻറ്റാണ്. അപ്പോൾ പക്ഷേ അത് ഹെഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാ കട്ട് പോസ്റ്റ് എന്ന് പറയാം. നമ്മൾ സാധാ കാല് വെച്ച് മാത്രം ഹൈ ബോൾ നമ്മൾ ഇടുപ്പിന് വേണ്ടി പന്ത് പൊങ്ങി കഴിഞ്ഞാൽ അത് ഫൗളായിട്ട് വരുന്നൊരു കളിയാണ്. ചെറിയ പോസ്റ്റൊക്കെ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ നല്ല ഹെവി ആയിട്ട് വെയിലായിരുന്നു. അപ്പോൾ ഞാൻ നല്ല ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ്, മറ്റേ സർജിക്കൽ ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അപ്പം കളിക്കാൻ ഇറങ്ങിയത്. അപ്പം പിന്നെ ഞാൻ കളിക്കുന്ന ഒരു ഡിഫൻസീവ് പൊസിഷനാണ് കളിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരുപാട് പന്ത് ഹെഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനധികം ഫുട്ബോളൊന്നും അധികം കളിക്കാൻ പോയില്ല. ഒരു 5 മാസം വരെ അധികം ഫുട്ബോളൊന്നും കളിച്ചില്ല. കളിക്കുമെങ്കിലും ഹെഡ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ തല കുനിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത്. കാരണം നമുക്ക് എന്തൊരു പേടിയായിരുന്നു, വെച്ച് ഇത്രയും പൈസ മുടക്കി ചെയ്തിട്ട് മുടിയെല്ലാം പൊഴിഞ്ഞു. ഒരു 5 മാസം വരെ ഞാൻ ഹെഡൊന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ 5 മാസം കഴിഞ്ഞിട്ട് ഒക്കെയാണ് 5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വേദന കാര്യങ്ങളൊക്കെ മാറി. വേദന ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെറിയ വേദനയാണ്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഹെഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് വേദന എടുക്കുമായിരുന്നു. പക്ഷേ 5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അപ്പം അങ്ങനെ വലിയ വിഷയമൊന്നും ഇല്ല, ഹെഡ് ചെയ്യുന്നതിന് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഡോക്ടർക്ക് ചോദിച്ചായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അവർ പറഞ്ഞതൊരു 14-15 ദിവസം കഴിഞ്ഞിട്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ പോകാൻ വലിയ വിഷയമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മളൊരു 5 മാസം വരെ അവൻ്റെ ഒരു ഇത് ചെയ്തായിരുന്നു. പിന്നെ ഒരു ബ്രോ ചോദിച്ചാണ് കടലിൽ കുളിക്കാൻ പറ്റുമോ, ബ്രോയ്ക്ക് കടലിലാണ് ജോലി, അപ്പം കടലിൽ കുളിക്കാൻ പറ്റുമോ, കടലുമായിട്ട് ബന്ധപ്പെട്ട മീൻപിടുത്തമൊക്കെയാണ് ജോലി, അപ്പോൾ കടലിൽ ഇറങ്ങുമ്പോൾ മുടി പോകുമോ എന്നൊക്കെ. അപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ കൊല്ലം ജില്ലയാണ്, അപ്പോൾ ആ ബീച്ചിനടുത്തൊക്കെയാണ് വീട്. അപ്പോൾ മിക്കപ്പോഴും കടലിൽ പോയി കുളിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് പക്ഷേ ഞാനും അതൊരു 5-6 മാസം വരെ, ഈ കഴിഞ്ഞ ഓണത്തിനാണ് ഞാൻ കന്യാകുമാരി പോയപ്പോഴാണ് കടലിൽ ഇറങ്ങി കുളിച്ചത്. അതുവരെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തി. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ദിവസം കടലിൽ കുളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു. കടലിലൊക്കെ പോയി ഞാൻ 2 വീഡിയോ ഉണ്ട്, ഞാൻ നോക്കട്ടെ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റും. ഫുട്ബോൾ കളിക്കുന്നത് കടലിൽ കുളിക്കുന്നതൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല കടലിൽ കുളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഹെയർ ഫിക്സ് ആയി അതിനകത്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാ മുടിയാണ്. കടലിൽ കുളിക്കാം, ഫുട്ബോൾ കളിക്കാം, നമുക്ക് സാധാ നോർമൽ ലൈഫാണ്, എല്ലാം ചെയ്യാം. പിന്നെ നിങ്ങൾ കടലിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കടലിൽ ഭയങ്കര ഡേഞ്ചറാണ്. അതുകൊണ്ട് നീന്താൻ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുപോകണം. അല്ലെങ്കിൽ കടലിൽ ആഴം കുറഞ്ഞ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കുളിക്കാൻ നോക്കുക. അല്ലെങ്കിൽ കേരള ഫയർഫോഴ്സിനും നാട്ടുകാർക്കും നല്ല പണി കിട്ടും. പിന്നെ എനിക്ക് അത്യാവശ്യം നീന്താൻ അറിയാമെങ്കിലും ഞാൻ ഇവിടെ ഭയങ്കര ആഴത്തോട്ടൊന്നും ഇറങ്ങിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം ആഴമുള്ള സ്ഥലമാണ്. ഞങ്ങൾ സ്ഥിരം കുളിക്കാൻ പോകുന്ന സ്ഥലമല്ല ഇത്. അതുകൊണ്ട് സ്ഥലവും പരിചയമില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം വെള്ളത്തിൽ താഴോട്ടൊന്നും ഇറങ്ങിയില്ല. കരയുടെ അടുത്തുനിന്ന് തന്നെ കുളിച്ചിട്ടിങ്ങി പോരുന്നത്. അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് വീഡിയോ എടുക്കാൻ പോയ യുവാവ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വാർത്തയിൽ വായിക്കേണ്ടി വരും. എന്തിനാ വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ റിസ്ക് എടുക്കുന്നത്. പിന്നെ നമ്മൾ കടലിൽ കുളിച്ചിട്ട് വരുന്ന വഴിക്ക് തന്നെ പിന്നെ അത്യാവശ്യം നല്ല വെള്ളത്തിലും കൊണ്ടൊന്ന് തല നനയ്ക്കുന്നത് നന്നായിരിക്കും. അതാകുമ്പം അത്യാവശ്യം മണ്ണോ കാര്യങ്ങളൊക്കെ തലയിലിരിക്കുകയാണെങ്കിൽ അത് കഴുകി കളയുന്നത് നന്നായിരിക്കും. നമ്മൾ കടലിൽ എത്ര നേരം കുളിക്കുന്നോ അത്രയും നമുക്ക് മണ്ണും കാര്യങ്ങളൊക്കെ തലയിൽ അടിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളത് ശ്രദ്ധിക്കത്തില്ല. കാരണം നമ്മൾ വീട്ടിൽ വന്നാലും ചീപ്പ് വെച്ച് ചീപ്പി ആ മണ്ണെല്ലാം കളഞ്ഞ് തല ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിക്ക് ഈ ഉപ്പുരസം ഒന്നും വലിയ കാര്യമായിട്ട് ബാധിക്കത്തില്ലെങ്കിലും ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതിരിക്കുന്ന നമ്മൾ PRP കൊണ്ടോ ഈ മിനോക്സിൽ കൊണ്ടോ ഒക്കെ സംരക്ഷിച്ച് ചേർത്ത മുടിക്ക് ഉപ്പുരസമൊക്കെ തലയിലിരുന്ന് കാര്യമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റ് ഒരു ബ്രോ ചോദിച്ചായിരുന്നു, നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മിനോക്സിലിനോ PRP ലൈഫ് ലോങ് ചെയ്തുകൊണ്ടിരിക്കണോ എന്ന്, എന്നാലേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി നിൽക്കത്തോളോ എന്ന് ചോദിച്ചത്. അങ്ങനെയല്ല, അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിക്ക് വേണ്ടിയല്ല, നമ്മുടെ ബാക്കിയുള്ള മുടിക്ക് വേണ്ടിയാണ്. നമ്മൾ PRP ആയാലും മിനോക്സിലായാലും നമ്മൾ എത്ര നാൾ നമ്മൾ മുടി വേണ്ടി വരുമോ അത്രയും നാൾ നമ്മൾ ഇത് ചെയ്യണം. മിനോക്സിലായാലും PRP ആയാലും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഈ വീഡിയോ 1 മാസം മുമ്പാണ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ 1 മാസം മുമ്പുള്ളതാണ് എൻ്റെ തലയുടെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം അത്യാവശ്യം ആ ബാക്ക് സൈഡിലൊക്കെ നല്ല കാണാൻ പറ്റും, നല്ല രീതിയിൽ ഗ്യാപ്പുണ്ട് ആ ബാക്ക് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നേരെ എടുത്തു വന്നത്, അത്യാവശ്യം ഫോണിലൊന്നും അത്രയും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രയ്ക്ക് വെയിലായിരുന്നു. ഉച്ചയ്ക്കൊരു 2 മണിക്കൊക്കെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒട്ടും കാണാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ നേരെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഓഡിയോ കേൾക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ കടലിൽ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ ഒന്നും കേൾക്കാമെന്ന് വെച്ചാൽ എൻ്റെ 2 ചങ്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയത്. അപ്പോൾ അവന്മാരെ കമൻറ്റ് ആവശ്യം പോലെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ കടലിൽ തലമുക്കുന്ന വീഡിയോ ഒന്ന് അടുത്ത് വന്ന് എടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ പോകാത്തത് ഭാഗ്യമാണ്. അല്ലെങ്കിൽ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പുതിയ ഫോൺ മേടിക്കേണ്ടി വന്നേനെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോകേണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിനാണ് എൻ്റെ കയ്യിൽ തന്നെ ആ ഫോൺ ഇരുന്നത്.
ഇത് നമ്മൾ കേരളോത്സവം കളിക്കാൻ പോയപ്പോഴുള്ള കൊല്ലം കോർപ്പറേഷൻ അടുത്ത് കേരളോത്സവം കളിക്കാൻ പോയപ്പോഴത്തെ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം വെയിലത്ത് പോകുന്നതുകൊണ്ടൊന്നും വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ 10 മാസം കഴിഞ്ഞ്, അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ഹെഡ് ചെയ്യുമ്പോൾ ചെറിയൊരു വേദനയുണ്ട്. അത് പന്തിൻ്റെ ആണോ എന്തോന്ന് അറിയാം. ഈ ടൂർണമെൻറ്റ് കളിക്കാൻ പോയപ്പോൾ ഹെഡ് ചെയ്തപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. ഈ പന്തിൻ്റെ എയറിൻ്റെ ആണോ എന്തോന്ന് കറക്റ്റായിട്ട് അറിയാൻ വയ്യായിരുന്നു. പക്ഷേ ഫ്രണ്ട്സും പറഞ്ഞത് അവർക്കും ഹെഡ് ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ നല്ല പ്ലേയേഴ്സൊക്കെ നമ്മുടെ ടീമിലുണ്ടായതുകൊണ്ട് അത് ഈ വട്ടം ടൂർണമെൻറ്റ് നമുക്ക് കപ്പടിക്കാൻ പറ്റിയത്. കഴിഞ്ഞ വട്ടം നമ്മൾ തന്നെയാണ് കപ്പടിച്ചത്. ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ഫുട്ബോൾ കളിക്കുന്നതിനൊന്നും വലിയ വിഷയമൊന്നുമില്ല. നമ്മുടെ വെയിൻ റൂണി ഒരുപാട് ഫുട്ബോൾ പ്ലേയേഴ്സ് എല്ലാം കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രം ക്രാഫ്റ്റ് നമ്മുടെ തലയിൽ സെറ്റാവുന്നത് വരെ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ എന്ത് വേണം ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ പൊടിയൊക്കെ ഉള്ള ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. അത്യാവശ്യം തലയിലൊരു സ്കാർഫ് ഇട്ട് കളിക്കുന്നത് നന്നായിരിക്കും. കാരണം അത്യാവശ്യം തലയിലധികം മണ്ണോ കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ നോക്കുക. ഇങ്ങനെ ആ മണ്ണൊക്കെ ആവുകയാണെങ്കിൽ തന്നെ വീട്ടിൽ വന്നൊരു ചീപ്പെടുത്ത് ചീപ്പി അത് തല വൃത്തിയാക്കുന്നത് നന്നായിരിക്കും. ഈ തല വൃത്തിയാക്കി വെക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ മുടി പൊഴിച്ചതിന് ഏറ്റവും നല്ലത്. അപ്പം കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നൊരു ഷാമ്പൂ ഇട്ട് തല വൃത്തിയാക്കുന്നത് ഏറ്റവും ബെറ്ററായിരിക്കും. പിന്നെ ഡെയിലി കളിക്കാൻ പോകുന്നവർ ഡെയിലി വന്ന് ഷാമ്പൂ ഇട്ട് തല വൃത്തിയാക്കരുത്. 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ബേബി ഷാമ്പൂ ഉപയോഗിച്ച് വേണം തല വൃത്തിയാക്കാൻ. അല്ലാതെ ഹാർഡായിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ച് തല വൃത്തിയാക്കി കഴിഞ്ഞാൽ തലയ്ക്ക് നല്ല പണിയിട്ട്. പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാരനാണ്, ഇവനാണ് നമ്മുടെ കോച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഇവൻ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവനാണ് മെയിനെന്ന്. പക്ഷേ ഇവനൊന്നുമല്ല, എന്തോ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശരി, ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.